ആടിനെ പട്ടിയായി മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടോരുണ്ട്. ഇന്ത്യയിലായിരം ആയിരം ചരിത്ര താളിൽ സത്യമിരിപ്പുണ്ട്. മൈസൂരാജൻ ഹൈദരലിക്ക് മണിമുത്തായി പിറന്നൊരു മോന് ഹൈദരലി കൊടുത്തുള്ളൊരു ശിരി അപ്പടി പകർത്തിയ ടിപ്പുവിൻ പവറ്. കച്ചവടത്തിന് എത്തിയ ലന്ത വെട്ടിപ്പിടിച്ചി നാട്ടിലെ ചന്ത വെള്ളപ്പിശാചിൻ എന്തൊരഹന്ത ഉള്ളൊരുകി കരയുന്നു ഇന്ത്യ. മൈസൂരാജൻ ഹൈദരലിയും പടപ്പുറപ്പാടായി നമ്മുടെ മാതൃരാജ്യം രക്ഷിക്കാനായി ബ്രിട്ടനെതിരായി. മാറുമറയ്ക്കാൻ പാടില്ല പെണ്ണ് മാറ്റിയെടുത്ത സുൽത്താൻ അന്ന് സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമതാക്കി ഹിന്ദു മുസൽമാൻ മൈത്രിയിലാക്കി. ക്ഷേത്രവും പള്ളി പുതുക്കി പണിഞ്ഞ് മാത്രമല്ലോർക്കും സ്നേഹം ചൊരിഞ്ഞ് വൈരവും പരസ്പര പോരതു മാറ്റി വിസ്മയ ഭരണം നാട്ടിതിലാക്കി. എന്നിട്ടും ടിപ്പുവെ മതഭ്രാന്തൻ എന്ന പേര് വിളിച്ചല്ലോ. ഭരണത്തിൽ മുന്നിട്ട് നിൽക്കും സുൽത്താനെ തകർക്കാൻ പഴുതു തിരഞ്ഞല്ലോ. ടിപ്പുവിൻ ദാസൻ പൂർണ്ണയ മാറി കപ്പലിൽ തന്നെ കള്ളൻ കയറി സുൽത്താൻ കോട്ടയിൽ ബ്രിട്ടൻ ഇറങ്ങി ടിപ്പുവിൻ നേരെ തോക്കുകൾ ചൂണ്ടി. നെഞ്ചുവിരിച്ചോ സുൽത്താൻ നിന്ന് നേരിട്ടുടനെ പടവെട്ടുന്ന മാപ്പു പറയില്ല ടിപ്പു ഉറച്ച്. ടിപ്പു സുൽത്താൻ ഉഷിരിൽ ജ്വലിച്ച് വെള്ളക്കാരുടെ കാലടി കീഴിൽ സുൽത്താൻ വീണില്ല. അവരുടെ വെടിയുണ്ടകളുടെ മുന്നിൽ തെല്ലും പതറിപ്പോയില്ല. രാജ്യത്തിനായി രക്തസാക്ഷിയെ ടിപ്പു സുൽത്താന് രാജന്റെ രാജ്യസ്നേഹമളക്കാൻ നോക്കണ്ട ഇവിടമിലാരും. ആടിനെ പട്ടിയായി മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടോരുണ്ട്. ഇന്ത്യയിലായിരം ആയിരം ചരിത്ര താളിൽ സത്യമിരിപ്പുണ്ട്.